ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് സൗദിയിലും അതുപോലെ യു എയിലത്തെ റോയൽ ഫാമിലീസ് എന്ന് വെച്ചാൽ റോയൽ ഫാമിലിയുള്ള അറബികളൊക്കെ ഉപയോഗിക്കുന്ന ഒരു ബ്രാൻഡാണ് റേഫ് എന്നുള്ള ബ്രാൻഡ്. ഈ അടുത്തായിട്ട് പൊന്തി വന്ന ക്ലിക്കായ വൈറലായ ഒരു ബ്രാൻഡാണ് റേഫ് എന്നുള്ള ബ്രാൻഡ്. ഈ ബ്രാൻഡിൻ്റെ ഒരു 6 പ്രൊഡക്റ്റ്, ഈ 6ഉം ഞാനൊരു ഓഫറിൽ വാങ്ങിയതാണ്. ബൈ 2 get 5. ഒന്ന് എൻ്റെ ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് തന്നതാണ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് പെർഫ്യൂം എന്നുള്ളത് ജസ്റ്റ് കാണിച്ചു തരാം. ഇത് ഫുള്ള് അറബിക് ടൈപ്പാണ്. പൊതുവെ അറബികളൊക്കെ ഒരു അറബിക് ഊത് ടൈപ്പ് ഫ്രാഗ്രൻസാണ് ഇഷ്ടപ്പെടാറുള്ളത്. അപ്പോൾ ഇന്ന് എൻ്റെ കയ്യിലുള്ളത് ഈ റീഫ് എന്നുള്ള ബ്രാൻഡിൻ്റെ ഒരു 6 ഐറ്റംസ്. ഇതിൻ്റെ ലാസ്റ്റിങ്ങും പ്രൊജക്ഷനൊന്നും എനിക്കിപ്പോൾ പറയാനായിട്ടില്ല. ഞാൻ ടെസ്റ്റ് ചെയ്തതിനു ശേഷം എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇന്ന് ജസ്റ്റ് ഇതിൻ്റെ ഒരു ഓവർവ്യൂ, എങ്ങനെയാണ് പെർഫ്യൂം വരുന്നത്, ഇതിൻ്റെ സ്മെൽ എങ്ങനെയാണ്, ഇത് ഏതിനോട് സിമിലർ ആണ്, ഇത് ഏത് കൈൻഡ് ഓഫ് ഫ്രാഗ്രൻസ് ആണ്, ആർക്കൊക്കെ ഇഷ്ടപ്പെടും എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ഓക്കെ, സോ ദ ഫസ്റ്റ് വൺ റീഫിൻ്റെ 31 എന്ന ഒരു പെർഫ്യൂം ആണ് കേട്ടോ. ഇതിൻ്റെ ബോക്സും കാര്യങ്ങളൊക്കെ സെയിം പാറ്റേൺ ആണ് വരുന്നത്. സെയിം ഒരേ കോൺസെപ്റ്റ് ബോട്ടിലാണ്. ബോട്ടിലെ കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ യൂണീക്കാണ്. ഇറ്റ്സ് വെരി യൂണീക്ക്, നോട്ട് ഇൻസ്പയർഡ്. എങ്ങനെയാണ് പെർഫ്യൂം വരുന്നത്? റീഫ് 31. ഇവരുടെ പെർഫ്യൂമിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവരുടെ പെർഫ്യൂമിൻ്റെ പേര് ഓരോരോ ന്യൂമറിക്കാണ് മോസ്റ്റ്ലി വരുന്നത്. 31, 21, 29, 11, 1, 2, 33 അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഓരോ ന്യൂമറിക് ആയിരിക്കും വരല്. നമുക്കത് 100 ml ബോട്ടിലാണ്. ഇതാണ് റീഫിൻ്റെ 31. 31 പറയുന്നതിന് മുമ്പായിട്ട് ഇതെൻ്റെ കറൻറ്റ് ഫേവറേറ്റ് ലിസ്റ്റിൽ വന്ന സാധനമാണ്. ഞാൻ കുവൈത്തിലുള്ള ഹബ്ബത്തിൽ എന്നുള്ള ടീമുണ്ട്. ആ ടീം എനിക്ക് ഇതിൻ്റെ ഒരു സാമ്പിൾ അയച്ചു തന്നിരുന്നു. അങ്ങനെ അയച്ചു തന്നതിന് ശേഷം എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ പിന്നെ റീഫിൻ്റെ ഓഫർ കണ്ടപ്പോൾ ഫസ്റ്റ് കാർട്ടിലിട്ടിച്ച സാധനമാണ് റീഫിൻ്റെ 31. ഫ്രാഗ്രൻസും കാര്യങ്ങളും ഏത് വൈബാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, യെസ്, MFKൻ്റെ ബഖറ റോഷ് 540. സ്വീറ്റ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലോഷൻ ടൈപ്പ് ഫ്രാഗ്രൻസ് ആണ്. അതിൻ്റെ ഒരു DNA നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോറൽ വിത്ത് ലൈറ്റ് ആയിട്ടുള്ള ഫ്രൂട്ടി, ആംബർ, ഊതൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ഫ്രാഗ്രൻസ് ആണ് റീഫിൻ്റെ 31. ഓക്കെ, പറഞ്ഞ് മനസ്സിലായാലോ? MFKൻ്റെ ബഖറ റോഷ് 540. അതിൻ്റെ ഫ്രാഗ്രൻസിൻ്റെ DNA നല്ല ബ്യൂട്ടിഫുൾ ട്വിസ്റ്റാണ് വിത്ത് ജാസ്മിൻ, ഫ്ലോറൽ, ലൈറ്റ് ഫ്രൂട്ടി, മസ്കി, ആംബർ, ആ ഒരു ടൈപ്പ് ഫ്രാഗ്രൻസ് ആണ് വരുന്നത്. ഇറ്റ്സ് ലോങ് ലാസ്റ്റിംഗ് ആണ്. ഞാൻ സ്കിന്നിലൊക്കെ അടിച്ച സമയത്ത് നല്ല ലാസ്റ്റിംഗ് കിട്ടിയിട്ടുണ്ട്. പ്രൊജക്ഷനും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്തതിനു ശേഷം എനിക്ക് പറയാൻ പറ്റുള്ളൂ. റീഫ് 31 അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് വൺ റീഫ് 29. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ നമ്പർ ആയിരിക്കും. ഇത് റീഫ് 29. ബോട്ടിൽ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കണ്ടോക്കാം. റീഫ് 29. ഓക്കെ, ഇതിൻ്റെ സ്മെല്ലും വേറെ ലെവൽ, വേറെ മൂഡ് സ്മെല്ലാണ്. ഫ്രൂട്ടിയാണ്. ഓ ഷിറ്റ്, നല്ല അറ്റമൈസർ. ഓഫ്, സ്റ്റണ്ണിങ് സാധനം. അയ്യവാ, അടിപൊളി സ്മെല്ല് കേട്ടോ, അടിപൊളി സ്മെല്ല്. ഇതെങ്ങനെയാ വെച്ചാൽ നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നല്ല പഴുത്ത മാങ്ങ ഉണ്ടല്ലോ, ചെറിയൊരു പഞ്ചാര മാങ്ങ എന്നൊക്കെ പറയും. ആ ഒരു മാങ്ങേൻ്റെ വൈബിൽ കുറച്ചും കൂടിയും ഫ്രൂട്ടി, അരോമാറ്റിക്, വുഡി ആഡ് ചെയ്തിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ആണ് റീഫ് 29. അയ്യോ, എനിക്ക് ഫസ്റ്റ് സ്നിഫിൽ ഇഷ്ടപ്പെട്ടു കേട്ടോ. റീഫ് 29 അടിപൊളി. ഞാനിതെല്ലാം അടിപൊളി പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഇയാളെന്താ ഇത് അടിപൊളി. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, പെർഫ്യൂമിൽ കോടിക്കണക്കിന് ഫ്രാഗ്രൻസ് ഉണ്ട്. എല്ലാ ബ്രാൻഡും മോശമാവണമെന്ന് കരുതിയിട്ട് ഉണ്ടാക്കുന്നതല്ല. അതൊക്കെ ഓരോരുത്തരെ ഡിപ്പെൻസ് ആയിരിക്കും ഏത് ബെറ്റർ അല്ല എന്നുള്ളത്. ഇപ്പം ഞാൻ മാക്സിമം അറബിക് വിത്ത് നല്ല സാധനങ്ങൾ, നല്ല ഐറ്റംസ് ആയിരിക്കും ഞാൻ പർച്ചേസ് ചെയ്യാൽ. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് റീഫിൻ്റെ 21 എന്നൊരു പെർഫ്യൂമാണ് കേട്ടോ. ഓക്കെ, സ്മെല്ല് നോക്കി നോക്കാം. ഇത് ഓരോ നമ്പർ ആയതുകൊണ്ട് പേരും സ്മെല്ലും കാര്യങ്ങളും മറന്നുകൊണ്ട് പെട്ടെന്ന് ഏതിൻ്റെ 31 മാത്രമേ എനിക്കറിയുള്ളൂ. മറ്റേത് പേരാണെങ്കിൽ നമ്മൾ വേഗം പഠിക്കും. നമ്പർ ആയതുകൊണ്ട് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു നമ്പർ വെച്ചിട്ടുള്ള പെർഫ്യൂം പരിചയപ്പെടുന്നത്. ദിസ് ഇസ് റീഫ് 29. ഓക്കെ, യെസ്, ഇത് ഞാൻ മുമ്പ് പരിചയപ്പെടുത്തിയിരുന്നു. എൻ്റെ കളക്ഷനിലുണ്ട്. റസാസിൻ്റെ ആംബർ സിൽക്ക്. യെസ്, ഇത് ഓൾമോസ്റ്റ് സെയിം ആണ്. ട്വിസ്റ്റ് ഉണ്ട് അല്ല,
എവിടേക്കേ ഇതിൻ്റെ ഒരു വൈബ് ഇതിൽ വരുന്നുണ്ട്. നല്ല ടിസ്റ്റ് ഉണ്ട് ഇതിൽ. ആംബറിൻ്റെയും മസ്കിൻ്റെയും ഒരു കോമ്പിനേഷൻ ഉണ്ട്, ഇതിലും കോമ്പിനേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഇത് രണ്ടും സെയിം ആയിട്ട് വരുന്നത്. ഇതിൻ്റെ ഡ്രൈ ഡൗൺ ആണ് ഇതിൻ്റെ സ്മെല്ല്. ഓക്കെ, ഇത് സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ടൊബാക്കോ ഒക്കെ വരുന്നുണ്ട്. സെറ്റ് സാധനമാണിത്. ഓക്കെ, ഞാനിതിവിടെ വെക്കുകയാണ്. അപ്പോൾ അതാണ് റീഫ് 21 കുറിച്ച് പറയാനുള്ളത്. നല്ല മസ്കിൻ്റെയും ആംബറിൻ്റെയും ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു അറബിക് ഫീലിംഗ് ആയിരിക്കും ഇതിൽ കിട്ടൽ. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഓറബ്. ഇതെൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്ത് തന്നതാണ്. അല്ല, ഫ്രണ്ടല്ല, നമ്മളെ ഫോളോവർ, ഫ്രണ്ടുമാണ്. ഓറബ് എന്ന് പറയും. ഇത് നല്ല സ്പൈസി സിനമൺ വിത്ത് കാർഡമം, ടൊബാക്കോ, ലെതറൊക്കെ വരുന്ന സാധനമാണ്. എന്ന് വെച്ചാൽ ടൊബാക്കോ ആ ഒരു സ്പൈസി സ്ട്രോങ് ഫ്രാഗ്രൻസ് ആണ്. മൂപ്പർക്ക് ടൊബാക്കോയുടെ സ്മെൽ ഇഷ്ടമല്ല. ആണ് നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നതാണ് ഓറബ്, റീഫിൻ്റെ ഓറബ്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ റീഫ് 36, റീഫിൻ്റെ 36. ഓക്കെ, ഇതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുന്നത് ഇത് ഞാൻ സ്പ്രേ അടിക്കേണ്ട ആവശ്യമില്ല, കിട്ടുന്നുണ്ട്. ഇത് യെസ്, നമ്മുടെ അറേബ്യൻ ഊദിൻ്റെ മെസ്ക് കശ്മീരി എന്നൊരു പെർഫ്യൂം ഉണ്ട്. ഏകദേശം 400, 500, 600 ദിറംസ് വരുന്നുണ്ട്. ബിറ്റ് എക്സ്പെൻസീവ് ആണ്. ഇത് നിങ്ങൾക്ക് അതിൻ്റെ സെയിം ഫ്രാഗ്രൻസ് ആണ്, റീഫിൻ്റെ 36. അതിൽ ടിസ്റ്റും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. സെയിം ആയിട്ടുള്ള ഫ്രാഗ്രൻസ് അല്ല, ടിസ്റ്റ് ഉണ്ട്. അതുപോലെ അഹദൽ മാരിബിൻ്റെ പേളൂത്, അതിൻ്റെ ഒരു DNA ഒക്കെ ഒരു സെയിം വൈബാണ്. ഓക്കെ, അപ്പോൾ അതാണ് റീഫിൻ്റെ 36. ദ ലാസ്റ്റ് വൺ റീഫിൻ്റെ 19. ഇതെങ്ങനെ സ്മെല്ല് എന്ന് വെച്ചാൽ ഇനി ആകെ പരിചയപ്പെടുത്താനുള്ള ഒറ്റ സ്മെല്ലോട്. യെസ്, ഇത് സ്മെല്ല് ചെയ്യണമെന്ന് ആവശ്യമില്ല. ഇത് യെസ്, എനിക്ക് കിട്ടിയ ഫീലിംഗ് വേണമെങ്കിൽ ഒന്നും കൂടി അടിച്ചു നോക്കാം. യെസ്, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ട്വിസ്റ്റഡ് വേർഷൻ ഓഫ് അഹമ്മദ് അൽ മഗ്രിബിൻ്റെ ഊദ് ലാവൻഡർ ഉണ്ടല്ലോ. അഹമ്മദ് അൽ മഗ്രിബിൻ്റെ ഊദ് ലാവൻഡറിൻ്റെ ഒരു ഓൾമോസ്റ്റ് സെയിം ആയിട്ട് വരുന്നുണ്ട്. ചെറിയൊരു എന്തൊക്കെയൊരു ഫ്രൂട്ടി ആ ഒരു ടൈപ്പ് ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അതർ ദാൻ സെയിം റീഫിൻ്റെ 19. വേണമെങ്കിൽ നിങ്ങൾക്ക് പേര് വേണമെങ്കിൽ എഴുതി വെക്കാം. ഇത് ഞാൻ ഓഫറിലാണ് വാങ്ങിയിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ ഓഫറൊക്കെ ഉള്ള സമയത്ത് വാങ്ങുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. ഒരു ഐറ്റംസിന് ഏകദേശം 250, 290 റിയാലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഓഫറിൽ വാങ്ങുകയാണെങ്കിൽ അത് ഭയങ്കര ബെനിഫിറ്റ് ആയിരിക്കും. ഓഫർ എന്ന് വെച്ചാൽ ബൈ 2 get 3 ആണ്. ദുബായിലൊക്കെ ആണെങ്കിൽ ബൈ 3 get 2 അങ്ങനെ ഉൾട്ടാണ് ദുബായിലുള്ള ഓഫർ. അപ്പോൾ ഈ പരിചയപ്പെടുത്തിയുള്ള ഫുൾ അറബിക് പെർഫ്യൂമാണ്. പിന്നെ കുറേ പേര് റീഫിൻ്റെ 33 എന്നോട് അത് വാങ്ങിയില്ല, അത് അടിപൊളിയാണ്. അത് അടിപൊളിയാണ്, അവരുടെ ബെസ്റ്റ് സെല്ലറാണ്. അത് നമ്മുടെ സെയിം ഗിസ ഇമ്പീരിയൽ വാലി വരുന്നത്. ഇത് ഗിസ ഇമ്പീരിയൽ വാലിൻ്റെ 50 ml ആണ്. സെയിം ഇമ്പീരിയൽ വാലിൻ്റെ സ്മെല്ലാണ്. സെയിം ആയതുകൊണ്ട് പിന്നെ നമ്മൾ എടുത്തില്ല. കാരണം ഇമ്പീരിയൽ വാലി ഒരുപാട് ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ. മാത്രമല്ല ഒരുപാട് ഇൻസ്പയർഡ് സാധനം എൻ്റെ അടുത്തുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും അത് വാങ്ങണം തോന്നിയില്ല. സെയിം ഫ്രാഗ്രൻസ് എൻ്റെ അടുത്തുണ്ടല്ലോ. അപ്പോൾ ഓക്കെ, ഞാൻ ഈ പരിചയപ്പെടുത്തിയിട്ടുള്ള പെർഫ്യൂംസും അതുപോലെ റീഫ് 33 അല്ലാതെ നിങ്ങൾ ഏതെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേര് അറബിക് ക്വാളിറ്റി, അറബിക് വിത്ത് ഊതി ആ ടൈപ്പ് ഫ്രാഗ്രൻസ് ഫ്രഷ് വേണ്ട. അപ്പോൾ ആ ഫ്രാഗ്രൻസ് അതുപോലത്തെ ഫ്രാഗ്രൻസ് ഉണ്ടെങ്കിൽ താഴെ ഇതിൻ്റെ പേര് കമൻറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ ഇതിൻ്റെയൊക്കെ സെപ്പറേറ്റ് വീഡിയോ ഓരോന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം വരുന്നതായിരിക്കും. കുറച്ച് ക്ഷമിച്ചിരിക്കുക. ജസ്റ്റ് ഞാൻ കാരണം ദുബായിൽ വന്നതിന് ശേഷം ഒരുപാട് പെർഫ്യൂം എൻ്റെ കയ്യിലുണ്ട്. അതൊക്കെ ടെസ്റ്റ് ചെയ്ത് റിവ്യൂ ചെയ്തിടണം. ഇതൊക്കെ ഒരു ദിവസം കൊണ്ട് നടക്കില്ല. ഒരു പെർഫ്യൂം ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഏകദേശം 3-4 ദിവസം വേണം. അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഇവൻ്റ്, മൾട്ടിപ്പിൾ പ്രോഗ്രാമിലൊക്കെ പോയി അടിച്ച് അവിടെ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക് എങ്ങനെയാണ് ഒക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ റിവ്യൂ ചെയ്യൽ. ഓക്കെ, അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക, നമ്മുടെ ഇൻസ്റ്റയിലും ഫോളോ ചെയ്യുക. യൂട്യൂബ് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ് ചെയ്തിട്ടോളി. അടുത്ത വീഡിയോ ഒക്കെ വരുമ്പോൾ നിങ്ങൾ കിട്ടും. ഓക്കെ, അപ്പോൾ എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ.